പൊന്നു മോനെ നേരെ കൊച്ചിയിലേക്ക് പോയിക്കോ. വിട്ടോ 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 വിട്ടോ. നിങ്ങൾ ബൗൺസേഴ്സാ? അല്ല, മറ്റേ ബ്ലാക്ക് ഒന്നും ഇടൂല. പെട്ടെന്നുള്ള ഇൻഫർമേഷനാ. ഇതെന്ത് സംഭവം അഖില? കേരള പോലീസ് 100 rupees സൂപ്പർ. എന്തായാലും നമ്മളെ IRL കഷ്ടപ്പെട്ട് മിച്ചർ വാങ്ങിട്ട് വന്നിട്ടുണ്ടാവും. എന്നിട്ട് അവന്റെ പണി എന്താ വെച്ചാൽ ഈ കടലൊക്കെ മിച്ചർ തമ്മിൽ വേർതിരിച്ചു വെക്കലാണ് പണി. നിങ്ങൾ ഈ അങ്ങനെ ഒരുത്തരെ കുറിച്ചാണ് നിങ്ങൾ ഇതെല്ലാം പറയുന്നത്. നിങ്ങൾ ഈഗോ എന്നെല്ലാം പറയുന്നത് ഇന്നലെ വന്നിട്ട് കുറെ ആൾക്കാർ കുര്യാക്കോസ് ഈഗോ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ കമന്റ്സ് ആയിട്ടിട്ട് അച്ഛനും വലിയച്ഛനും എല്ലാരും ഉണ്ടായില്ലേ. ജാസി ഡ്രസ് ഇട്ട് വന്ന കെക്കടി ടീംസ് ഊക്കി വിടും. കേക്കേടി എന്താ? കോഴിക്കോടല്ലോ കേക്കേടി. കോഴിക്കോട് CLT അല്ലേ? CLT ആണ് കോഴിക്കോട്. കേക്കേടി എന്താ? സ്വന്തം സ്ഥലമാണ്. ജാസിന് ആരാന്ന് വെച്ചാൽ ഊക്കിക്കോട്ടെ. നമ്മളൊന്ന് നോക്കും ജാസിന്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ബീച്ചിൽ ഇറങ്ങുന്നതിന് മുമ്പേ ഞാൻ ഒരു കാര്യം പറയാം. ജാസിന് ആരുമാണ് വന്ന് ഊക്കിക്കോ. നമ്മളെ കൂട്ടത്തിലുള്ളതല്ലേ? ഓക്കെ, നമ്മളെ കൂട്ടത്തിലുള്ള തന്നെയാണ്. പക്ഷെ ജാസിന് ആരും ഊക്കിയാലും നമ്മൾ ആരും ഒന്നും ഇതാക്കാൻ പോകുന്നില്ല. നമ്മൾ ഇടപെടാൻ പോകുന്നില്ല. ജാസിന്റെ പാട് അല്ലേ? പിന്നെ ഡ്രസ്സ് മാറ്റി തരണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ നോക്കാം. അല്ലാണ്ട് ഇത് നടക്കൂല. Let's start this fucking stream, boys. We are gonna go IRL stream on Kozhikode beach. Let's go. അണ്ടർവേൾഡോ ആണോ? എന്നൊരു കണ്ണടി എന്നാ. ഷമീർ മൈക്കോ? ഷമീർ മൈക്കിന് എന്തോ പ്രശ്നമുണ്ട്. അങ്ങനെ ഓക്കെ. ഹായ്, സുഖല്ല? നിങ്ങൾ ബൗൺസേഴ്സാ? അല്ല, മറ്റേ ബ്ലാക്ക് ഒന്നും ഇടൂല. പെട്ടെന്നുള്ള ഇൻഫർമേഷനാ. പെട്ടെന്ന് ബൗൺസേഴ്സിന് വേണമെന്ന് പറഞ്ഞാൽ അപ്പൊ പെട്ടെന്ന് കിട്ടിയില്ല, യൂണിഫോം ഇടാൻ പറ്റിയില്ല എന്ന് പറയുന്നത്. ആരൊക്കെയാ? നിങ്ങൾ ഒരാള്, പിന്നെ നിങ്ങള് 4 ആൾക്കാർ, 4 ബൗൺസേഴ്സ് ഉണ്ട്. പക്ഷെ ബ്ലാക്ക് ഇട്ടിട്ടില്ല. അപ്പം ബൗൺസേഴ്സ് ആണെന്ന് ചിലപ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല. ബീച്ചിൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ വെച്ചാൽ ആളുണ്ടാവും, അത്യാവശ്യം ആളുണ്ടാവും. അതാണ് പ്രശ്നം, മനസ്സിലാവും. അപ്പൊ എനിവേസ് സ്റ്റാർട്ട്. നമ്മളപ്പം കോഴിക്കോട് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ഒന്ന് മാറി റോഡിന് മാറി. ഇവനെ നോക്കിയത് ഇതെന്താണ്? ശരിയായ ബാമ്പോ പോയാന്ന്. പിന്നെ എന്താണ് നീ പറയുന്നത്? നിന്റെ കണ്ണട നോക്ക്. നീ ശരിയായ നേടി ലുക്കിലാ ഉള്ളത്. നീ അപ്പൊ ഗൈസ് എൽ ക്യാമറയോ എന്ത് പറ്റും അവിടെ ഇങ്ങനെ കിട്ടും. അവിടെ ഒന്നാമത്തെ കാര്യം ഞാൻ പറയട്ടെ, നമ്മളെ എന്താ പറയാ, നമ്മളെ IRL ചെയ്യുന്ന ഡിവൈസ്, അതായത് നമ്മളെ ക്യാമറ പ്ലസ് IRL ഡിവൈസ്, ബോണ്ടിങ് ഡിവൈസ് എല്ലാം കൂടിയിട്ടുള്ള നമ്മളെ സെറ്റ് പണിയായിട്ട് നമ്മൾ ഡൽഹിയിൽ അയച്ചു കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ ലൈവ് ചെയ്യുന്നത് ഫോണിലാണ്, മനസ്സിലായി? ഐഫോണിലാണ് നമ്മൾ ലൈവ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ക്വാളിറ്റി പ്രതീക്ഷ മതി. പിന്നെ പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ചെയ്യുന്ന ഒരു IRL, നമ്മളിതൊന്നും പ്ലാൻ ചെയ്തില്ല, പെട്ടെന്ന് ഇറങ്ങേണ്ട വന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയെല്ലാം ക്വാളിറ്റി പ്രതീക്ഷ മതി. അടുത്ത IRL മുതൽ നമ്മൾ ഡിവൈസിൽ ചെയ്യും. അപ്പം W ക്വാളിറ്റി ആയിരിക്കും. ഇപ്പൊ ഈ ക്വാളിറ്റി വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കുറച്ച് ദൂരം മൈക്കുണ്ട്, പേടിക്കണ്ട. ദൂരം നീ ബാക്കിലേക്ക് നോക്കി നടന്നോട്ടോ. എങ്ങോട്ടാ? അഖില് നോക്കിയ ഇതെന്താ സംഭവം? ബീച്ച്, കോഴിക്കോട് ബീച്ച്. ഇതെന്താ സംഭവം അഖില? ഇതെന്താ? ഇത് മിക്കവാറും നെറ്റ് കട്ടാവും. ഇത് ആള് കൂടുതലല്ല, നെറ്റ് കട്ടാവും. കുറെ സിം ഒരുമിച്ച് വരുമ്പോ, കുറെ സിം ഒരുമിച്ചുള്ള ഏരിയയിൽ നെറ്റ് കട്ടാവും. എടാ മുത്ത് ഒരു മിനിറ്റ്. ഓക്കെ ഗൈസ്, നമ്മളൊന്ന്
എന്താ ചെയ്യുന്നത്? എൽ ബൗൺസേഴ്സ് എന്ന് പറയുന്നത്, എൽ ബോഡി ഗാർഡ് എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊരു കൈ ഇങ്ങനെ ഇതാക്കി ഇത് സീനാവും. ജാസി ഔട്ട്ഫിറ്റോ ജാസി മാറ്റാൻ പറ്റില്ല. എന്തായാലും അസുഖല്ല, അങ്ങനെ ചെയ്യാൻ പറ്റും. എടാ ഇത് സ്റ്റാർബക്സാ, അല്ലാണ്ട് തട്ടുകടയല്ല. എന്തായാലും അസുഖല്ല. ഗൈസ് ഞാൻ പറയട്ടെ, എടാ ഇങ്ങനെ ആയ പരിപാടി നടക്കൂല. ഇങ്ങനെ ആയ പരിപാടി നടക്കൂല. ഈ സാഗിൽ ക്യാമറമാൻ ഇങ്ങോട്ട് പിടിക്ക്. നമുക്ക് കഞ്ഞിയും പരിപ്പന്നെ കുടിക്കാം, അതേ നടക്കൂ ഈ ആൾക്കാരുടെ. ഇതെന്താന്ന് അന്നെ അയാൾ പിടിച്ച് പുറത്താക്കി. ആര് ഈ നെറ്റ് ഓക്കെ ആണെന്ന് നോക്കിയാ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല. സമീപനം പാലിക്കുക. നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? നീ എന്ത് ഡ്രസ് ഇട്ടിട്ട് പറയുന്നത്? സമീപനം പാലിക്കുക. എടാ നീ ഇത് പറഞ്ഞ ആരും സീരിയസ് ആയിട്ട് എടുക്കൂല, കാരണം നിന്റെ വേഷം അതാണ്. എടാ ഇത് സിഗ്നേച്ചർ ആണ്. ലൈവിന്റെ ഇടയിൽ ആരെല്ലാം സാമാനിൽ പിടിച്ചില്ല. എന്താ പ്രശ്നം അറിയോ? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് IR ചെയ്യാൻ പറ്റില്ല. മനസ്സിലായി? ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ IR ചെയ്യാൻ പറ്റില്ല. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും. എടാ മുത്തേ, ഞാനൊരു കാര്യം പറ്റേ, ഞാൻ സമാനത്തിൽ IR ചെയ്യട്ടെ. ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് IR ചെയ്യാൻ പറ്റില്ല. ഞാൻ ഇവിടെ എന്തെങ്കിലും പരിപാടി ചെയ്യാം, ഡാൻസ് കളിക്കാൻ, പാട്ട് പാടാനെല്ലാം വിചാരിച്ചിട്ട് വന്നത്. പക്ഷേ ഇത് നിക്കാൻ സ്ഥലമില്ലാണ്ട്. എന്താണ് ക്രൗഡ് പോളി എടാ ഇത് നോക്ക്, ചാറ്റിൽ മൊത്തം പോലീസ് എന്നാ പറയുന്നത്. അപ്പൊ നിങ്ങളൊന്ന് സംയമനം പാലിക്കണം. ഞാൻ ഒന്ന് റൗണ്ട് അടിച്ച് ബീച്ചിലൊന്ന് കാണട്ടെ പ്ലീസ്. ഓക്കെ, മനസ്സിലാവും. എന്തല്ല സുഖല്ല? എടുത്തോളൂ. സ്ഥലമാണോ? നമുക്ക് ആദ്യമായിട്ട് സാധനം നിങ്ങൾക്ക് പ്രൈസ് ഉണ്ട് എന്നുള്ള സാധനം നിങ്ങളായിട്ടാണ് ചലഞ്ച് എന്നുള്ള സാധനം അനൗൺസ്മെന്റ്. എന്ത് ചലഞ്ചാ? അതായതില്ലേ, നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ വേണ്ടി പോവാ. നിങ്ങൾക്കുള്ള ആർക്ക് പങ്കെടുക്കാം, പ്രൈസ് ഉണ്ടാവും അല്ലേ? ആ പ്രൈസ് ഉണ്ടാവും. സ്ഥലമാണോ? എന്നാലേ നടക്കും. ഇത് ഞാൻ പറയുന്ന IR കൊളായി. അതാണ് എനിക്ക് വന്ന് IR കൊളായി. അതാ സംഭവം. നമ്മള് വിചാരിച്ച പോലെ അല്ല. ഞാൻ എനിക്ക് നടക്കാൻ പറ്റും. അങ്ങോട്ടും ഇങ്ങോട്ട് നടന്നിട്ട് എന്തെങ്കിലും ഓരോ ഷോപ്പിൽ കയറി ഫുഡെല്ലാം കഴിച്ച് ഡാൻസ് എല്ലാം കളിച്ച് ഇങ്ങനെ നടക്കാന്ന് വിചാരിച്ചത്. പക്ഷെ ഇതൊന്നും ചെയ്യാൻ പറ്റണേല്. ചെറിയ റൗണ്ട് ഓക്കെ ഞാൻ പറയുന്നതൊക്കെ എടാ മിണ്ടാടിക്ക്. ഞാൻ പറയുന്നത് ചാറ്റല്ല ജനങ്ങളെ. ഞാൻ പറയട്ടെ ഒരു മിനിറ്റ്. ഓക്കെ, നിങ്ങളെ കൂട്ടത്തില് എടാ ഒന്ന് സൈഡ് നിങ്ങളെ കൂട്ടത്തില് കഴിവുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മുന്നോട്ട് വരുന്നതാണ്. കാരണം എന്ന് വെച്ചാല് നമ്മളിവിടെ കോഴിക്കോട് ബീച്ചിൽ IR ഇടാനുള്ള മെയിൻ കാരണം എന്ന് വെച്ചാൽ MRGയിലേക്ക് 10ാമത്തെ ഒരു മെമ്പർ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പൊ ഒരു കഴിവേറി നമുക്ക് ആവശ്യമുണ്ട്. മനസ്സിലായി? ഒരു കഴിവേറി നമ്മൾ നോക്കുന്നത്.
കേരള പോലീസ് താങ്ക് യു ഫോർ 100 rupees സൂപ്പർ ഗോ ഹോം ലൈവ് എന്ന് പറഞ്ഞിട്ട് അവിടെ കുഴപ്പമില്ല ഇങ്ങനെ പോവാ അവിടെ മതി വേറെ വഴിയില്ല അവസാന അടവ് ഓടാം അത് നല്ല നിൽക്ക് ആയില്ല നമ്മളെ വണ്ടി വരും അപ്പൊ ഓടാം വണ്ടി ഇവിടെ വരും നമ്മൾ ഇത് വഴിയാന്ന് പറഞ്ഞത് നമ്മൾ ഇവിടെ റൗണ്ടാക്കും അങ്ങോട്ട് ഐ ലവ് കോഴിക്കോടിന് അടുത്ത് പോവാം അത് നല്ല രസം ഉണ്ടാടാ അതാ ചെക്കൻ എന്തോ ചോദിക്കുന്നത് എന്താടാ CA സർട്ടിഫിക്കറ്റ് ആളെ പറ്റിക്കാൻ ചെയ്യുന്നത് ഇത്രയും ആൾക്കാരെ മുന്നിൽ നോക്കി കേട്ടിട്ടും എന്ത് കാണിച്ചത് 1.5 മണിക്കൂറേ വേണ്ട ട്രെയിൻ വിളിച്ചു പോയാലും കുഴപ്പമില്ല തിയേറ്ററിൽ ലാഗാവുന്നുണ്ടോ പറയുന്നുണ്ട് അവരെ മാറ്റിട്ട് എന്നോട് കളിക്കേ ഇതാര് ഇവരെങ്ങനെ ഉണ്ട് ഞാൻ ചോദിക്കട്ടെ ഒരു മിനിറ്റ് അനങ്ങാണ്ട് ഒന്ന് ചോദിക്കട്ടെ ഞാനിത് മറ്റേ കമ്പ്യൂട്ടറിന് മുന്നിൽ ലൈവ് ചെയ്യുമ്പോൾ മാത്രമേ ചോദിക്കലുള്ളൂ ഞാൻ ഇങ്ങനെ റിയൽ ഓഡിയൻസിനോട് ഇത് ചോദിച്ചില്ല മമ്മൂനെ ലൈവിലേക്ക് തിരിച്ചു വരുന്നതിനെ കുറിച്ച് നിങ്ങളെ അഭിപ്രായം ഒഴിവാക്കി നമ്മള് പോയെന്ന് ജാസിനെ കാണുന്നില്ല അല്ല അവിടെ സീന ബിൽഡിംഗ് ഉണ്ടോ ബാക്കിലേക്ക് വിട്ടോ പൊന്നു മോനെ നേരെ കൊച്ചിയിലേക്ക് പോയിക്കോ വിട്ടോ എന്റെ മോനെ ബാക്ക് സൈഡിലെ പോയി എത്ര പ്രാവശ്യം ആൾക്കാർ പിടിക്കുന്ന ആടിയല്ലോ ഓടിക്കോ സ്റ്റാർബക്സിന്റെ അവിടെ നിൽക്കുമ്പോഴേ വിളിക്കുന്ന വണ്ടി ഇടുകയാണ് അവിടെ നിന്നിട്ട് കയറിയിട്ട് ഞാൻ പറഞ്ഞേക്ക് ഇവിടെ സൈഡാക്ക് ഇവിടെ ഒരു ബിൽഡിംഗ് വരുമ്പോ ആ ബിൽഡിംഗിൽ കയറ്റി ഇട്ടാ സൈഡ് നോക്കട്ടെ പെട്ടെന്ന് നോക്കിട്ട് പെട്ടെന്ന് വാ പോവാ വിട്ടോ റാമ്പോ പോയിക്കോ പോലീസ് നോക്കിച്ചേ എന്റെ കോസ്റ്റ്യൂമിനോട് ചേരുവോ ഗൈസ് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇതാണ് ഇവരൊന്നും ഇതുവരെ ഇവിടെ വന്നില്ല ഇതാണ് ഈ പബ്ബ് എന്ന് പറയുന്ന സംഭവമില്ല അത് ഇതാണ് സ്ഥലം മനസ്സിലാ ഈ പബ്ബിലേക്ക് ഇവൻ വന്ന കോലം നോക്കിയ ഇതെന്താ ഇതേപോലെ
ഈ നാണം കെട്ടവനെ ഒന്നിച്ച് നടത്തണം. എന്ത് പറയുന്നു ചാറ്റ്? എന്റെ ഫോണാണ്, എന്റെ ഫോണാണല്ലോ, ഫോണ് പോയാ എന്തോ പറയുന്ന ആ ഞാൻ വീട്ടിൽ പോയിട്ട് എടുത്തിട്ട് വരാം. എടാ നിന്റെ ഫോൺ എന്ത്? വേറെ ഫോണുണ്ടോ? ചാറ്റ് വായിക്കാൻ ഒരു ഫോണ്. ആ എന്നാ അടുത്ത സ്ഥലം പിടിക്കാം. അടുത്ത് തന്നെ പോവാം. ആ മറ്റേ സ്ഥലം. ഓക്കെ മറ്റേ സ്ഥലം. എത്രയും പെട്ടെന്ന് ആ ബേക്ക് എമർജൻസി ഡോർ വഴി ചാടാൻ നമുക്ക് വേറെ വണ്ടി പിടിച്ച് പോകാം. അവിടെ ഞാൻ കാണുന്നില്ല. നമ്മളെ വണ്ടിയാ. എങ്ങനെ ഏതോ അടുക്കളയിൽ കൂടി. അപ്പൊ എല്ലാവർക്കും സോറി, ബുദ്ധിമുട്ടായെങ്കിൽ സോറി. പിന്നെ ഒരു ദിവസം വരാം, ലൈവ് ഇല്ലാണ്ട് വരാം. ഇങ്ങോട്ടല്ല, ഇത് ബാത്റൂമാണ്, ഇങ്ങോട്ടല്ല. ഇതുവഴിയല്ലേ ഗൈസ്? നമ്മളെ അടുക്കള വാതിൽ വഴി ഇറക്കി ഓടെയാണ്. ഫ്രണ്ട് വഴി. അയ്യോ അടുക്കളയിൽ എന്തെല്ലാം ഉണ്ട് അതിൽ എടുത്താലോ. മമ്മു ഫ്രഞ്ച് ഫ്രൈസ് എല്ലാം കൈയിട്ട് വാരുന്നു. എന്താ ഇപ്പൊ എന്തൊരു നാടുകളാ. ഇത് വെളുക്കും 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 വെളിച്ചെണ്ണ നല്ല നല്ല പോയാ മതി. മഴയുണ്ടോ? ഓടിപ്പോയി വണ്ടിയിലേക്ക് കയറിക്കോ. നേരെ നമ്മള് മറ്റേ സ്ഥലത്തേക്ക്. എടി ഇതാരെ ഫോണാ? ഇതെന്റെ ഫോണല്ലേ? അവിടെ ഉള്ള ഒരുത്തന്റെ ഫോണാ. ആരുടെ കയ്യിൽ കൊടുത്തേക്ക? ഇത് ഏതല്ലോ ഫോണല്ലാന്ന് എന്റെ കയ്യിൽ ചോദിച്ചിട്ടില്ല. ഫോനോ വേണ്ട. ഇവിടുന്ന് എങ്ങോട്ടാ? ഇത് ഏതാ സ്ഥലം? ഇത് എന്തൊരു അഡ്വഞ്ചറാണ്. ഇതൊരു സിനിമ പോലെ ആയല്ല. ഏതാ സ്ഥലം? മഴ. ഫോണ് നല്ലാണ്ട് പെട്ടെന്ന് വണ്ടിയിലേക്ക് കയറ്റോ? ഞാൻ മുന്നിലോടാ. അഖിൽ നോക്കണേ. ഓടിക്കോ. ഇതെന്താ സ്ഥലം? ഇതെവിടെയാ? എവിടെ വണ്ടി? വണ്ടി ആവാത്ത. നീ ഫോണ് നല്ലാണ്ട് നോക്കടാ. ഓ നമ്മളിതിന്റെ ബാക്കിലെത്തിയിട്ട് ആരുമില്ല. നമ്മള് രക്ഷപ്പെട്ടു. ലൈവാണ് നമ്മള് രക്ഷപ്പെട്ട. ഹലോ കഷ്ടപ്പെട്ടിട്ടപ്പോൾ ഇറങ്ങി വാ. എടാ മാറാ. അപ്പുറത്ത് കൂടാ. വക്കീൽ അപ്പുറത്ത് കൂടാ. ഓടിക്കോ. Let's go. Police, cops, FBI, open up. കാല്. നമുക്ക് ഞാൻ പുതിയൊരു തീരുമാനം എടുത്ത് നമ്മളൊരു വാന് വാങ്ങാൻ പോകും. വാന് വേണം. ഇത് പോരാ. അല്ലെങ്കിൽ ഇനി എവിടെ ഇറങ്ങുന്നുണ്ട് 2 വണ്ടി എടുത്തിട്ട് ഇറങ്ങാം. ഒന്നെങ്കിൽ 2 വണ്ടി എടുത്ത് ഇറങ്ങാം, അല്ലെങ്കിൽ ഒരു വാനിൽ ഇറങ്ങാം. എവിടെ? വിട്ടോ എങ്ങനെ മാറണ്ടേ? ക്യാമറ ക്ലീൻ ചെയ്യാൻ പറയുന്ന പോട്ടെ. മുമ്പിൽ സ്ഥലം ഉണ്ടല്ലോ. നിങ്ങൾക്ക് അവിടെ നിന്ന് ചാറ്റ് കാണാം. അപ്പൊ അതിന് കണക്കായിട്ട് നീ ചെയ്തോട്ടെ. അവരവിടെ നെറ്റ് ശോകനം പറഞ്ഞ അതിന് കണക്ക് ചെയ്തോ. എന്താണ് നമ്മളെ ജീവിതം? ഇങ്ങനെ വെറും ഓട്ടം മാത്രമാണല്ലോ. ദിവസം മഴയില്ലായിരുന്നു. നമുക്ക് തന്നെ ചെയ്താൽ മതി. ഞാൻ ഒരു കാലം പറ്റേ, ഇതിന്റെ 10 ഇരട്ടി ക്രൗഡാണ് ഐഷോ സ്പീഡ് ലൈവ് ചെയ്യുമ്പോ. ഓൻ എങ്ങനെ ഇത് മാനേജ് ചെയ്യുന്നത്? അതാണ് ബുദ്ധി. മനസ്സിലാ? അതിന് ബുദ്ധി വേണം. ഓന്റെ ടീം എന്ന് പറഞ്ഞിട്ടല്ല, ഓന്റെ ക്യാമറമാൻ ഉണ്ട് സ്ലിപ്സ്, പിന്നെ ഓന്റെ ടീം, ഓന്റെ മാനേജിങ്, ഓന്റെ ബോഡി ഗാർഡ്സ്. ഗാർഡ്സിനെ കണ്ടോ നീ? റാംബോനെ പോലെ റാംബോ എന്ന് പറഞ്ഞ ഒരു അരിച്ചാക്കാം. ഈ വീപ്പക്കുറ്റിനെ കുറിച്ചാ പറയുന്നത്. അതെ അത് ശരിയാ. പക്ഷെ ഞാൻ മുസ്തഫും ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറയുന്നത് വെച്ചാല് ഓന്റെ പറഞ്ഞാൽ അങ്ങനെ അത്രയും ട്രെയിൻഡ് ഗവൺമെന്റ് ഉള്ളിൽ പോവും. അതുകൊണ്ട് അപ്പൊ ഇവനറിയാം ഇവന് വാദിക്കാനുള്ള കഴിവില്ല. വേറെ വക്കീലിനെ സെറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അവന്റെ ഇതിന്റെ കരിയറിനെ ബാധിക്കുന്ന കാര്യങ്ങളാന്ന് പറയുന്നത്. ഗോ ഹോം കിക്ക് ബ്ലൂ
ഡബ്ല്യു റാംബോ കിക്ക് ബ്ലൂ ഒന്നുമില്ല ചെക്കനാ നമ്മളെ രക്ഷിച്ചത്. ഭയങ്കരമായിട്ട് രക്ഷിച്ചു. ആള് കുറച്ച് ഓവർ ആണെങ്കിലും ആളൊരു കോഴിക്കോട് കോമാളിയാണെങ്കിൽ ആളൊരു കോഴിക്കോട് പക്ഷെ ഇന്നത്തെ കാര്യത്തിൽ ഡബ്ല്യു ആയിരുന്നു. കാര്യം പറയാം, നമ്മളാണ് ക്രൗഡിന്റെ അടുത്തല്ല ഇവൻ. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ഈ ഐഡിയ പറഞ്ഞത് ഈ അറിയാം. അങ്ങനെ ഒരു സംഭവം നമ്മള് രക്ഷിച്ച് ശരിയല്ല, പക്ഷെ ആടെ മൊത്തം നോയിക്കോളാന്ന് പറഞ്ഞത് വരാം. ഇതിന്റെ മുന്നേ ഞാൻ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ബോൺസസിനെ ഞാൻ കൊണ്ടുവരാന്ന് കേട്ടോ. ഞാൻ കേട്ടില്ല. ഞാൻ വിചാരിച്ചു ഓൾറെഡി മറ്റവനൊരു 4 ബോൺസസിനെ കൊണ്ടുവരാന്ന് പറഞ്ഞു. ഞാൻ വിചാരിച്ചു അത് വെച്ച് 4 പോരാ, 4 അല്ല അവരുടെ അടിപൊളിയായിരുന്നു. വേറൊരാള് വന്ന് ഇതിൽ പെടാത്ത വേറൊരാള് ബോൺസർ ആയിട്ട് വന്ന്, നമുക്ക് അറിയാത്ത ആരോ, സിദ്ദീഖാനെ പോലെ ആരോ വന്നാള് കൂടാണ്ട് വേറൊരാള്. എനിവേസ് നമ്മള് അടുത്ത സ്പോട്ടിലേക്ക് പോയെന്ന്. എന്തായാലും നമ്മളെ IRL നല്ല കഷ്ടപ്പെട്ടിരുന്നു. നല്ലോണം കഷ്ടപ്പെട്ടിന്. പക്ഷെ ഞാൻ പറയുന്ന വെച്ചാൽ കൊറേ ബോൺസസ് ഇത് അവരെ കൊണ്ട് പറ്റൂലടാ. 10 ഞാൻ ചോദിച്ചതാ സ്ഥലം ലെഫ്റ്റ് അല്ലേ, ലെഫ്റ്റ് അല്ലേ, റൈറ്റ്